വൂജുവിന്റെ മുത്തശ്ശി നടത്തുന്ന ബേക്കറി കാണിക്കുകയാണ്. വൂജുവിന്റെ മുത്തശ്ശി മാത്രമായിരുന്നില്ല, മറിച്ച് വീട്ടിലുള്ള പല അംഗങ്ങളും ഇതേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. മുത്തശ്ശിക്ക് ഒരാണും ഒരു പെണ്ണുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ ആണിന്റെ മകനാണ് വൂജു. അതുപോലെ തന്നെ പെണ്ണായിട്ടുള്ള ആളാണ് കിം. കിമ്മിന്റെ ഹസ്ബൻഡാണ് ജാങ്. സോ ഈ കിമ്മിന്റെയും ജാങ്ങിന്റെയും മകനാണ് ഉങ്സു. ഇപ്പോൾ ഈ ഒരു ഉങ്സു ഇവരുടെ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. 2 വർഷത്തോളം ഒരു സാധാരണ പോസ്റ്റ് ഒക്കെ കൊടുത്ത് ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഉൺസു കാര്യമായിട്ടൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഇനിയും അവനെ വെച്ച് പരീക്ഷണം നടത്തുന്നത് നിർത്തുവാനായിട്ടായിരുന്നു മുത്തശ്ശി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പകരമായിട്ട് വൂജുവിനെ മാർക്കറ്റിംഗ് ടീമിന്റെ ലീഡറായിട്ട് കൊണ്ടുവരുവാനായിട്ട് മുത്തശ്ശി ആഗ്രഹിച്ചു. നമുക്ക് തൽക്കാലം പറയുവാനായിട്ട് ഈസിയാകുന്ന രീതിക്ക് മുത്തശ്ശിയുടെ മകളെയും ഹസ്ബൻഡിനെയും ആന്റി എന്നും അങ്കിൾ എന്നും വിളിക്കാം. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ടീം ലീഡർ ആയിട്ടുണ്ടായിരുന്ന പോസ്റ്റ് തന്റെ മകനും കൊടുക്കാതെ വൂജുവിന് കൊടുത്തതിന്റെ വിഷമം എല്ലാം തന്നെ ആന്റിക്കുണ്ടായിരുന്നു. ആന്റിയും വൂജുവിന്റെ പേരൻസ് ഒക്കെ മരിച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ വയസ്സാം കാലത്ത് അമ്മേനെ നോക്കുവാനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്റെ മകന് തന്നെ ആ ഒരു പോസ്റ്റ് കൊടുക്കണമെന്നെല്ലാം തന്നെ ആന്റിയും പറയുന്നു. പക്ഷെ മുത്തശ്ശിയും വളരെയധികം ദേഷ്യപ്പെട്ടൊക്കെ അവളെയും പറഞ്ഞയക്കുകയാണ്. ഇപ്പോൾ ഉങ്സുവിന്റെ അടുത്ത് വന്നതിന് ശേഷം ആന്റിയും ഉങ്സുവിനെ കുറ്റപ്പെടുത്തുകയാണ്. മുത്തശ്ശി നിനക്ക് തരേണ്ടതെല്ലാം തന്നെ ബൂജുവിന് കൊടുക്കുന്നതായിരിക്കുമെന്നെല്ലാം തന്നെ ആന്റി പറയുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാകുന്നുണ്ട്. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനും അതിനുള്ള വഴിയെല്ലാം തന്നെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നെന്ന് അവനും അറിയിക്കുന്നു. എങ്കിലും അവൻ വളരെയധികം കുട്ടികളെ പോലെയൊക്കെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ആന്റിക്കും ഒരുപാട് ടെൻഷനൊക്കെ തോന്നുകയാണ്. ആന്റി ഇപ്പോൾ എന്റെ കൂടെ നിൽക്കേണ്ട സമയമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഊജനെ നമ്മുടെ മകന് തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നെല്ലാം തന്നെ അങ്കിളിനോട് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ബിസിനസ്സിൽ ഇങ്ങനെ ഒന്നും തന്നെ സംസാരിക്കുവാനായിട്ട് പാടില്ല. ബിസിനസ് ആർക്കാണോ നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക അയാൾക്ക് സ്ഥാനമൊക്കെ നൽകുന്നതായിരിക്കും നല്ലത്. എങ്കിൽ മാത്രമേ ബിസിനസ്സും വളരുകയുള്ളൂ. അത് കൂടാതെ വൂജു കൂടി ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിലല്ലേ ഉങ്സോനും എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവനുമായിട്ടൊരു ഫൈറ്റ് ഒക്കെ നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾ തന്നെ അവസാനം വിജയിക്കട്ടെ എന്ന് അങ്കിളും പറയുന്നു. വർക്കൊക്കെ കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു ജിൻകുങ്ങും. അങ്ങനെ ഇരിക്കെയാണ് വൂജുന്റെ കോളും അവൾക്ക് വരുന്നത്. നേരത്തെ ഒരു കോഫി ഒക്കെ കുടിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് കോഫി കുടിക്കുന്നു. നാളെ മുതൽ വൂജു മുത്തശ്ശിയുടെ കൂടെ ഒരേ ബേക്കറിയിലൊക്കെ വർക്ക് ചെയ്യുവാനായിട്ട് പോവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാകുന്നതാണ്. നീ യുഎസിലൊക്കെ ആയിരുന്ന സമയത്ത് മുത്തശ്ശിക്ക് പ്ലെയിനിലൊക്കെ കയറുവാൻ പേടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരിക്കൽ പോലും നിന്നെ കാണുവാനായിട്ട് വരുവാൻ മുത്തശ്ശിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ നീയും വളരെ റയറായിട്ട് മാത്രമായിരുന്നു മുത്തശ്ശിനെ കാണുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നതും. ഇനിയിപ്പോൾ എന്ന് മുത്തശ്ശിക്ക് നിന്നെ കാണുവാനായിട്ട് സാധിക്കുമല്ലോ എന്നെല്ലാം തന്നെ ചിരിങ്ങുങ്ങു പറയുമ്പോഴത്തേക്കും ഞാൻ നാട്ടിലില്ലെങ്കിൽ പോലും നീ എന്റെ മുത്തശ്ശിനെ നന്നായി നോക്കുമെന്ന് എനിക്ക് അത്രയ്ക്കുറപ്പായിരുന്നു എന്ന് വൂജുവും അറിയിക്കുന്നു. അല്ലെങ്കിലും നീ വിചാരിക്കുന്നത് പോലെ ജീവിതകാലം മുഴുവൻ മുത്തശ്ശിനെ നോക്കുവാനായിട്ടൊന്നും എനിക്ക് സാധിക്കുകയില്ല. ഞാനും മുത്തശ്ശിയുടെ കൊച്ചുമോനെ കെട്ടുവാനായിട്ടൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ അവളും വൂജുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ഇനി നിനക്കെങ്ങാനും ഉങ്സുവിനെ ഇഷ്ടമാണോ എന്ന് വൂജുവും തമാശയായിട്ട് തിരിച്ച് അവളുടെ അടുത്തായിട്ടും ചോദിക്കുന്നു. കഴിഞ്ഞ തവണ നീ ഇവിടെ ഒരു പെൺകുട്ടിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവളുടെ കാര്യം എന്തായെന്ന് ചിരുങ്കുകം ചോദിക്കുമ്പോഴത്തേക്കും അവൾക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവളും കഴിഞ്ഞ തവണ എന്നെ കാണുവാനായിട്ട് വന്നതിന് ശേഷം അവളുടെ ഹസ്ബൻഡ് ആക്കാമോ എന്നൊക്കെ എന്നോടും ചോദിച്ചു. എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവനും നിൽക്കുന്നു. ഇപ്പോൾ അവരുടെ മുമ്പിലൂടെ ഒരു കുട്ടി ഓടി വരികയും ആ കുട്ടി വീഴുകയും ചെയ്യുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ബാഗിലുണ്ടായിരുന്ന ഒരു കീ ചെയിനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന അവനും കുട്ടിക്കാലത്ത് ഇതുപോലെ അവന് വിഷമിച്ചിരുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് വരികയും ഇതേപോലത്തെ ഒരു ഡോളൊക്കെ അവന് കൊടുത്തതിനെ കുറിച്ചും അവൻ ഓർക്കുന്നു. അതിലെ ഒരു ബട്ടണൊക്കെ ഞെക്കി കഴിയുമ്പോഴത്തേക്കും നീ കരയുവാനായിട്ട് പാടില്ല, അങ്ങനെ കരയുകയാണെങ്കിൽ കടുവ നിന്നെ പിടിക്കുവാനായിട്ട് വരുന്നതായിരിക്കുമെന്ന് പറഞ്ഞ ഒരു വോയിസും കൂടി അവനെ കേൾപ്പിക്കുകയാണ്. ഇപ്പോൾ അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തതിന് ശേഷം കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയുടെ അടുത്ത് നീ ഇനിയും കരയുകയാണെങ്കിൽ നിന്നെ കടുവ പിടിക്കുവാനായിട്ട് വരുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് കുട്ടിയുടെ കരച്ചിലും മാറ്റുകയാണ്. അങ്ങനെ ആ കുട്ടി പോയി കഴിയുമ്പോഴത്തേക്കും ഇതുപോലത്തെ ടോയ്സ് ഒക്കെ ഇപ്പോൾ സാധാരണയായിട്ട് ഇവിടെ കിട്ടുന്നതാണോ എന്ന് ബൂജുവും ചിൻകുങ്ങിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ കുട്ടിക്കാലത്ത് നിനക്കും ഇതുപോലത്തെ ഒരു ടോയ് ഉണ്ടായിരുന്നല്ലോ, നീ പണ്ട് യുഎസിലൊക്കെ പോകുന്ന സമയത്ത് ഈ ടോയുമായിട്ടല്ലേ പോയിട്ടുണ്ടായിരുന്നത്, ഞാനും നിന്റെ ക്രഷ് തന്നതല്ല ഇതേന്നൊക്കെ ചോദിച്ച് നിന്നെ അന്ന് ഒരുപാട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നീ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് അവനോടും ചോദിക്കുന്നു. അതാരാണ് എനിക്ക് തന്നതെന്നൊന്നും തന്നെ എനിക്ക് അറിയിക്കില്ല. എന്തായാലും എന്റെ ഫസ്റ്റ് ക്രഷ് ഒന്നും അല്ല അത്. പിന്നെ അവളും ഇപ്പോൾ എവിടെയെങ്കിലും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടാകുമെന്നാണ് അവൻ പറയുന്നത്. ഇപ്പോൾ മെറീനെ വീട്ടിൽ നിന്നും അമ്മ വിളിക്കുകയാണ്. നിലവില് അവൾ വിവാഹമൊക്കെ നീട്ടിവെച്ചു എന്ന് മാത്രമായിരുന്നു അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നീ ശരിക്കും എപ്പോഴാണ് വിവാഹമൊക്കെ നടത്തുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്, അതൊക്കെ പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാമായിരുന്നു എന്ന രീതിക്കാണ് അമ്മ സംസാരിക്കുന്നത്.
അവൾക്കൊരു അനിയത്തി കൂടിയുണ്ട്. അനിയത്തി യുഎസില് റെസ്റ്റോറന്റിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയിരിക്കെ അവളും വിവാഹത്തെക്കുറിച്ച് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും അവളെ ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ അറിയിക്കേണ്ട. അവൾക്ക് തിരക്കാണെങ്കിൽ അവളെ കല്യാണത്തിന് വരുവാനായിട്ട് നിർബന്ധിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം തന്നെ മറി പറയുന്നുണ്ടെങ്കിലും അവൾക്ക് കല്യാണത്തിന് വരുവാൻ ഒരുപാട് താല്പര്യമുണ്ടെന്ന് അമ്മയും അറിയിക്കുന്നു. നീ ഇപ്പോൾ ഏത് ദിവസമാണ് കല്യാണം നടത്തുവാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞില്ലെങ്കിലും ഏത് വർഷമായിരിക്കുമെന്നെങ്കിലും പറ. എന്നാൽ മാത്രമേ എനിക്കും ആ രീതിക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അമ്മ പറയുമ്പോഴത്തേക്കും അവൾക്കും അമ്മയുടെ സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മേനെ നേരിട്ട് കാണുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മേനെ അറിയിക്കാമെന്ന് അവളും പറയുന്നു. പക്ഷെ അമ്മയുടെ അടുത്ത് മറ്റൊരു കൂട്ടുകാരി കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് അമ്മയും നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിന് സാധ്യതയില്ലല്ലോ. നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സോൾവ് ചെയ്താൽ മാത്രം മതിയെന്ന് അവളെയും അറിയിക്കുന്നു. അതായത് ഇവർ ആ രജിസ്റ്റർ മാരേജ് കൂടി കഴിഞ്ഞതുകൊണ്ട് ഏതൊരു കാരണവശാലും അവർ പിരിയുവാനായിട്ട് പാടില്ല എന്ന രീതിക്കാണ് അമ്മ സംസാരിക്കുന്നത്. വൂജും ഇപ്പോൾ ബേക്കറിയിലെ ഓഫീസിലേക്ക് എത്തുന്നു. അങ്ങനെയിരിക്കെ അവനും നേരെ പോയി കണ്ടിട്ടുണ്ടായിരുന്നത് അങ്കിളിനെ ആയിരുന്നു. അങ്കിളും നിനക്ക് എന്താവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഒരച്ഛനെന്ന രീതിക്ക് എന്നെ വന്ന് കണ്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുട്ടിക്കാലം മുതലേ എനിക്കൊരു അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ പോലും അച്ഛന്റെ എല്ലാ സ്നേഹവും തന്നായിരുന്നു അങ്കിൾ എന്നെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അതിനൊരുപാട് നന്ദിയുണ്ടെന്ന് അവനും അറിയിക്കുന്നു. കൂടാതെ അങ്കിളും ഇപ്പോൾ അവനെ ഓഫീസൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഊച്ചനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് മാർക്കറ്റിംഗ് ടീമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നിലവില് യുഎസിൽ നിന്നും എംബിഎ കഴിഞ്ഞിട്ടാണ് അവൻ വന്നിട്ടുള്ളത്. കൂടാതെ 4 വർഷത്തോളം അവൻ യുഎസിൽ ഒരു കമ്പനിയിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ കൊറിയയിൽ ആദ്യമായിട്ടാണ് ഒരു കൊറിയൻ കമ്പനിയിൽ വർക്ക് ചെയ്യുവാനായിട്ട് എത്തിയിട്ടുള്ളത്. എല്ലാവരും അവന്റെ കൂടെ നിന്ന് അവനെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നെല്ലാം തന്നെ അങ്കിളും ഇപ്പോൾ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് കമ്പനിയുടെ ഒരു മീറ്റിംഗ് നടത്തുന്നു. ഈ ഒരു സമയത്ത് പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ചായിരുന്നു പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റിംഗ് ടീമിൽ വർക്ക് ചെയ്യുന്ന ആണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഇവര് നിലവിൽ ഒരു എക്സിബിഷൻ ഒക്കെ നടത്തിയ സമയത്ത് എല്ലാവർക്കും തന്നെ ഈ ഒരു ഐറ്റവും ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു പാക്കേജിങ്ങിന് അവർക്ക് ഒരു അവാർഡ് പോലും കിട്ടുകയുണ്ടായി എന്നോ പറയുമ്പോഴത്തേക്കുമാണ് ഊൺസ്യവും മറ്റൊരു പ്രശ്നത്തെക്കുറിച്ച് അറിയിക്കുന്നത്. അതായത് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്ന പാക്കേജിലുള്ള ഡിസൈൻ ഉണ്ടല്ലോ, ആ ഡിസൈൻ ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്ന കമ്പനിയുമായിട്ട് ഒറ്റത്തവണത്തെ രീതിക്കുള്ള എഗ്രിമെന്റ് മാത്രമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അവരെ നിലവിൽ എക്സിബിഷൻ ഒക്കെ നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകാനായിട്ട് മാത്രമായിരുന്നു ഡിസൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു തുകയ്ക്ക് കുറച്ചു കാലത്തേക്ക് മാത്രമായിരുന്നു ആ ഡിസൈൻ എടുത്തതും. പക്ഷെ ഇപ്പോൾ ആ ഒരു ഫുഡ് ഐറ്റം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ സെയിം പാക്കേജിൽ എല്ലാവർക്കും തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനായിട്ടായിരുന്നു അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിലവില് ഈ ഡിസൈൻ ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്ന കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റ് തീർന്നിരിക്കുകയാണ്. സോ പുതിയതായിട്ട് ഈ ഒരു എഗ്രിമെന്റ് റിന്യൂ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇവർക്കും ഈ പ്രൊഡക്റ്റ് പുറത്തിറക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉൻസിയും ഈ ഒരു കാര്യത്തെക്കുറിച്ച് എല്ലാം തന്നെ പറയുമ്പോഴത്തേക്കുമാണ് എല്ലാവരും തന്നെ അതിനെക്കുറിച്ച് ഓർക്കുന്നത്. നമ്മുടെ വൂജു ഇന്ന് മാത്രമായിരുന്നു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഇങ്ങനൊരു മീറ്റിംഗ് നടക്കുന്നതിനെ കുറിച്ച് ഒന്നും തന്നെ അവൻ അറിയിക്കുകയുണ്ടായിരുന്നില്ല. പക്ഷെ സാധാരണഗതിക്ക് ഒരു ടീം ലീഡാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തി ചെയ്യേണ്ടത്. സോ വൂജു വന്നപ്പോൾ തന്നെ ഒരു കാര്യങ്ങളും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉൻസുവും വൂജുവിനെ കുറ്റപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നു. വൂജുവും ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിലായിട്ട് തനിക്കൊരു തെറ്റ് പറ്റി, താനും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ വരുവാനായിട്ട് പാടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ക്ഷമ ചോദിക്കുകയാണ്. എത്രയും വേഗം നീ ആ കമ്പനീനെ കോൺടാക്ട് ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ നിലവിലുള്ള കോൺട്രാക്ട് ഒക്കെ റിന്യൂ ചെയ്യിക്കണം. അതാണ് അടുത്തതായിട്ട് നീ ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞതിന് ശേഷമാണ് മുത്തശ്ശിയും പോകുന്നത്.